നമസ്കാരം. പോരാട്ടങ്ങളുടെ അരങ്ങായ KPSCയുടെ കഥയിലേക്ക് വീണ്ടും സ്വാഗതം. ആയിരത്തി 1953 മെയ് മാസത്തിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇപ്റ്റയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് എല്ലാവരുടെയും പ്രശംസ നേടി തിരിച്ചു വന്ന KPSC ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് കൂടിയത് ആ വർഷം പകുതിയോടെയാണ്. വളരെ താമസിയാതെ തന്നെ KPSC അവരുടെ ജൈത്രയാത്ര പുനരാരംഭിച്ചു. അപ്പോഴേക്കും തിരുകൊച്ചിയിലെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ നാടകം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഒരു പ്രാവശ്യം നാടകം കണ്ടവർ വീണ്ടും ആ നാടകം ബുക്ക് ചെയ്തു. അതിനിടെ രാഷ്ട്രീയ ശത്രുക്കളുടെ തടസ്സങ്ങൾ പലതവണ ഉണ്ടായി. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ അവതരണം മുന്നോട്ട് പോയി. അന്ന് KPSCയുടെ ക്യാമ്പ് കായംകുളത്തായിരുന്നെങ്കിലും ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് കൊല്ലത്ത് കച്ചേരിമുക്കിലുള്ള ഹോട്ടൽ എവറസ്റ്റ് എന്നുള്ള ഹോട്ടലിലായിരുന്നു. അവിടെയായിരുന്നു ഒ മാധവൻ താമസിച്ചിരുന്നത്, സെക്രട്ടറി ആയിരുന്ന ഒ മാധവൻ താമസിച്ചിരുന്നത്. എല്ലാവരും അവിടെ കൂടിയിട്ടാണ് KPSCയുടെ അന്നത്തെ ഓരോ ദിവസത്തെയും അവതരണത്തിനുമായി പോകാറുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഒ മാധവൻ മുറിയുടെ പുറത്ത് ഇറങ്ങിയപ്പോൾ കണ്ടത് KPSCയുടെ വാൻ അവിടെ കിടപ്പുണ്ട്, അതിന് ചുറ്റും കുറേ പോലീസുകാർ നിൽക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം എന്നന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ ഒരു പരിചയക്കാരനായ പോലീസുകാരനെ കണ്ടു. അപ്പോൾ അയാളാണ് പറഞ്ഞത്, തലേ ദിവസം ഈ വാൻ എടുത്തുകൊണ്ട് പോയിട്ട് ഈ വാനിൽ KPSCയുടെ കൺവീനറായ കോടാകുളങ്ങര വാസുപിള്ള ചവറയിൽ പോയി അവിടെ ഒരു കൊലപാതകം നടത്തി. എന്നിട്ട് വാൻ ഇവിടെ തിരിച്ചുകൊണ്ടിട്ടിരിക്കുകയാണ്. അതിനകത്ത് ഈ കൊലപാതകം നടത്തിയവരുടെ വാസുപിള്ളയുടെ ഒരു ചങ്ങാതി പ്രഭാകരൻ പിള്ള, ഇവരുടെ രണ്ടുപേരുടെയും രക്തം പുരണ്ട വസ്ത്രങ്ങളൊക്കെ ആ വാനിനകത്താണ്. മാധവൻ അത് കേട്ട് വളരെ സ്തംഭിച്ച് നിന്നുപോയി. ഇനി എന്താണ് ചെയ്യുക? പക്ഷേ ഈ കൊലപാതകം എന്ന് കേട്ടപ്പോൾ തന്നെ ഒ മാധവന് കാര്യം മനസ്സിലായി. കാരണം ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. കോടാകുളങ്ങര വാസുപിള്ള ചവറയിലെ ഒരു നാട്ടുപ്രമാണിയാണ്. നേരത്തെ പറഞ്ഞ മാതിരി കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന, മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന അവിടുത്തെ ഒരു ഫ്യൂഡൽ പ്രമാണി എന്ന് പറയാം. പക്ഷേ കോടാകുളങ്ങരയുടെ ഒരു ആദ്യം സുഹൃത്തായിരുന്ന, പിന്നീട് ശത്രുവായി തീർന്ന മറ്റൊരു പ്രമാണിയുണ്ട്, ചവറ മധുസൂദനൻ പിള്ള. അവിടുത്തെ കോടാകുളങ്ങരയെക്കാളും കൂടുതൽ സമ്പന്നനും കുറച്ചുകൂടി സ്വാധീനവും ശക്തിയുമൊക്കെ ഉള്ളൊരു കോൺഗ്രസ്സുകാരനാണ്. മാത്രമല്ല മധ്യ തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവെന്നറിയപ്പെട്ടിരുന്ന സ്റ്റേറ്റ് കോൺഗ്രസ് സമരം മുതൽ അതിനു മുമ്പ് ചട്ടമ്പി സ്വാമിയായിട്ടുള്ള ബന്ധം, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഒരു നാട്ടുപ്രമാണിയും രാഷ്ട്രീയ നേതാവുമൊക്കെയായ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ വലങ്കയാണ്. അപ്പോൾ ഈ കുമ്പളത്തിൻ്റെ ഒരു സ്വാധീനവും അദ്ദേഹത്തിൻ്റെ പിന്തുണയും എല്ലാം കൂടി ആയതുകൊണ്ട് ചവറ മധുസൂദൻ പിള്ളയാണ് കാര്യങ്ങളൊക്കെ അവിടെ ചവറയിലെ ഒരു പ്രമാണിയായി തീർന്നത്. കോടാകുളങ്ങരെ ഒതുക്കി. അങ്ങനെ ഇവർ തമ്മിലൊരു റൈവൽറി, ഒരു വലിയ ശത്രുത ഉണ്ടായിരുന്നു. അങ്ങനെ പലതവണ ഇവർ തമ്മിൽ സംഘർഷമുണ്ടായി, തല്ലും അടിപിടിയൊക്കെ ഉണ്ടായി. അങ്ങനെ ഇതിൽ നിന്നൊക്കെ മധുസൂദൻ പിള്ളയിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടിയാണ് കോടാകുളങ്ങര ശരിക്കും പറഞ്ഞാൽ KPSCയിൽ വന്നതും അതിൻ്റെ കൺവീനറായി തീർന്നതും, അങ്ങനെ മറ്റൊരു തരത്തിൽ ഇവരറിയപ്പെടുന്ന ഒരു പ്രമാണിയായി മാറിയതുമൊക്കെ. പക്ഷേ ഇവർ തമ്മിലുള്ള ഈ സംഘർഷം തുടർന്നുകൊണ്ടിരുന്നു. കോടാകുളങ്ങരയ്ക്ക് ഇത്രയും ഒരു പ്രാമാണിത്വം കിട്ടുന്ന ഒരു പ്രാധാന്യം കിട്ടുന്നതൊക്കെ മധുസൂദൻ പിള്ളയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പലതരത്തിൽ കോടാകുളങ്ങര വാസുപിള്ളയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇതിന് ജനാർദ്ദനക്കുറുപ്പ് ഇടപെട്ടു. ഇതെങ്ങനെയെങ്കിലും ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ അതുകൊണ്ടൊന്നും മധുസൂദൻ പിള്ളയുടെ വൈരാഗ്യം തീർന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മധുസൂദൻ പിള്ള കോടാകുളങ്ങര കിട്ടാത്തതുകൊണ്ട് കോടാകുളങ്ങരയുടെ അടുത്ത സുഹൃത്തായ ഒരു വലങ്കൈ എന്നൊക്കെ വിളിക്കാവുന്ന പ്രഭാകരൻ പിള്ളയെ വഴിയിൽ വെച്ച് പിടികൂടി നന്നായി മർദ്ദിച്ചു. അത് കഴിഞ്ഞ് ഒരു പിച്ചാത്തി എടുത്ത് വെട്ടി പരിക്കേൽപ്പിച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാരും അതിൽ ഇടപെടാൻ തയ്യാറായില്ല. വളരെ ക്രൂരമായിട്ടാണ് പ്രഭാകരൻ പിള്ളയെ മധുസൂദൻ പിള്ള വെട്ടി ഒരു മൃതപ്രായനാക്കി തീർത്തത്. അവസാനം ജനാർദ്ദനക്കുറുപ്പ് എല്ലാം കൂടെ വന്ന്, ഇത് കേട്ടറിഞ്ഞ ജനാർദ്ദനക്കുറുപ്പ് എല്ലാം കൂടെ വന്ന്, ഡ്രൈവർ പൂക്കുഞ്ഞു എല്ലാം കൂടെ വന്ന് ഈ പ്രഭാകരൻ പിള്ളയെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കുകയായിരുന്നു. അപ്പോൾ പ്രഭാകരൻ പിള്ളയുടെ മനസ്സിൽ വൈരാഗ്യം കിടപ്പുണ്ട്. ഇതൊക്കെയാണ്
ഈ മധുസൂദനൻ പിള്ളയെ തിരിച്ച് ഒരു പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു വാശിയും വൈരാഗ്യവും ഒക്കെ ആയിട്ട് ഇവർ രണ്ടുപേരും കൂടെ, വാസുപിള്ളയും പ്രഭാകരൻ പിള്ളയും കൂടെ വഴിയിൽ കാത്തു നിന്ന് മധുസൂദനൻ പിള്ളയെ കണ്ട് രാത്രി മധുസൂദനൻ പിള്ള സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക്, സൈക്കിളിൽ വരുന്ന വഴിക്ക് തടഞ്ഞു നിർത്തി മധുസൂദനൻ പിള്ളയെ അടിക്കുകയും അങ്ങനെയുള്ള ഒരു ബലപ്രയോഗത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ മധുസൂദനൻ പിള്ള വാസുപിള്ളയെ കൊടാവുളങ്ങരെ കീഴടക്കുന്ന സമയത്ത് പ്രഭാകരൻ പിള്ള വന്ന് ഒരു വെട്ടുകത്തിയുണ്ട് മധുസൂദനൻ പിള്ളയെ വെട്ടി കൊന്നു. വാസുപിള്ള തടസ്സം പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. ഇവർ രണ്ടുപേരും ആ മൃതദേഹം ഉപേക്ഷിച്ച് അപ്പം തന്നെ KPSCയുടെ വാനിൽ കയറി തിരിച്ച് കൊല്ലം എവറസ്റ്റ് ഹോട്ടലിൽ ആ വാനും ഇട്ട് അവിടെ ആ രക്തം പുരണ്ട തുണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ സ്ഥലം വിട്ടു. അപ്പോൾ ഓമാധവൻ ഏതാണ്ട് ഈ കാര്യങ്ങളൊക്കെ ഊഹിച്ചു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നതെന്ന് ഏതാണ്ട് ഊഹിച്ചു. ഓമാധവൻ ഉടനെ തന്നെ ജനാർദ്ദനക്കുറുപ്പിൻ്റെ അടുത്ത് പോയി. ജനാർദ്ദനക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ വീടായ മാരാരിത്തോട്ടത്ത്, കരുനാഗപ്പള്ളിക്കടുത്തുള്ള മാരാരിത്തോട്ടത്താണ് താമസം. അദ്ദേഹം തലേ ദിവസം KPSCയുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചവറയിൽ വെച്ച് കൊടാകുളങ്ങരയുടെ വീട്ടിൽ വെച്ച് നടന്നിരുന്നു. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കുറേ കണക്കുകളുടെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ പേരിൽ വാസുപിള്ളയെ ശാസിക്കുകയൊക്കെ ചെയ്തു. എല്ലാ കണക്കെല്ലാം ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ജനാർദ്ദനക്കുറുപ്പും ഓമാധവനും അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പോരുകയായിരുന്നു. അന്ന് വൈകുന്നേരം ചെങ്ങന്നൂരുള്ളൊരു ഒരു പാർട്ടിയുടെ മീറ്റിങ്ങിൽ സംസാരിച്ചതിന് ശേഷം അതിൻ്റെ വെളുപ്പിനെയാണ് ലോറിയും ബസ്സും ഒക്കെ കയറി ജനാർദ്ദനക്കുറുപ്പ് സ്വന്തം വീട്ടിലെത്തിച്ചേർന്നത്. രാവിലെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓമാധവൻ ചെല്ലുന്നത്. ഓമാധവൻ ചെന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ കുറുപ്പുമാകെ ഞെട്ടിപ്പോയി. ഇവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം പിടികിട്ടി. കാര്യം ഇതൊരു വൈരാഗ്യം തീർക്കലാണ്. അത് KPSC ഒരു KPSCയുടെ വണ്ടി ഉപയോഗിച്ചത് KPSCയും കൂടെ ഇതിനകത്ത് ഒരു ഭാഗമാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു ആ ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ ആയി തീർന്നു എന്നുള്ളതാണ് വാസ്തവം. ജനാർദ്ദനക്കുറുപ്പും ഓമാധവനും ഒക്കെ KPSCയുടെ പ്രസിഡൻറ്റും സെക്രട്ടറി എന്നുള്ള നിലയിൽ ഈ കേസിൽ ഉൾപ്പെടും എന്നുള്ളത് ഏതാണ്ട് തീർച്ചയാണ്. അവരപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിച്ചിട്ട് നേരെ കൊല്ലത്ത് എവറസ്റ്റ് ഹോട്ടലിലേക്ക് പോയി. അവിടെ ചെന്ന് ജനാർദ്ദനക്കുറുപ്പ് അവിടെ കാവൽ ചെയ്യുന്ന പോലീസുകാരെ അനുനയിപ്പിച്ച് പതുക്കെ മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് കുറച്ച് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തു. ആ സമയം മാധവൻ പോയി അകത്തിരുന്ന ഈ രക്തം പുരണ്ട വസ്ത്രം എടുത്തുകൊണ്ട് പോയി കത്തിച്ചു. അങ്ങനെ തെളിവ് നശിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇവർ നേരെ അന്ന് വൈകുന്നേരം അവിടെ KPSCയുടെ ആ മുറിയിലെ കലണ്ടറിൽ നോക്കിയപ്പോൾ അന്ന് നാടകമുണ്ട്. തിരുവല്ലയിലാണ് നാടകം. അപ്പോൾ ഇനി തിരുവല്ലയിൽ പോകണമെങ്കിൽ അപ്പോൾ തന്നെ ഏതാണ്ട് ഉച്ചയോടെ അടുത്തു. ഇവർ പിന്നെ ഈ കാര്യങ്ങളെല്ലാം അപ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് ചെന്ന് കാര്യം അറിയിച്ചപ്പോൾ S. കുമാരൻ, അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞു ഇനി ഏതായാലും നാടകം കളിക്കണം, മാത്രമല്ല ഇതിനകത്ത് കുറുപ്പിയേട്ടൻ എന്ന് വിളിക്കുന്ന ജനാർദ്ദനക്കുറുപ്പിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. മാധവനെയും പോലീസ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും വേണം. അപ്പോൾ ഇവർ ഇനി നാടകം കളിക്കാനുള്ള ഒരുക്കമായി. തിരുവനന്തപുരത്ത് തന്നെയാണ് സുലോചനയുടെ വീട്. അവിടെ ചെന്നപ്പോൾ സുലോചനയുടെ അച്ഛൻ ഒരു പഴയ പോലീസുകാരനാണ്, കുഞ്ഞുഞ്ഞ്. അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് കൊലപാതക കേസിലാണ്, അതുകൊണ്ട് ഇനി എൻ്റെ മകളെ വിടാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടെടുത്തു. പക്ഷേ സുലോചന പറഞ്ഞു അതിനെ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ജനാർദ്ദനക്കുറുപ്പ് വിളിച്ചാൽ എവിടെ വേണമെങ്കിലും വന്ന് നാടകം അഭിനയിക്കും എന്ന് പറഞ്ഞ് സുലോചന പറഞ്ഞ് അങ്ങനെ അതിൻ്റെ പിന്നെ ആ ഒരു ധൈര്യത്തോടെ സുലോചനയും ജ്യേഷ്ഠൻ കൃഷ്ണൻകുട്ടിയും കുറുപ്പിൻ്റെ കൂടെ തിരുവല്ലയിലേക്ക് ചെന്നു. അപ്പോഴത്തേക്കും മാധവൻ മറ്റുള്ളവരെ വിളിച്ച് തിരുവല്ലയിലെത്തിയിരുന്നു. അങ്ങനെ നാടകത്തിൻ്റെ സമയമായി. അവിടെ ഇപ്പോൾ ഈ ഒരു കൊലപാതകം നടന്നു എന്നുള്ള നാട് മുഴുവൻ ഈ വാർത്ത പരന്നതുകൊണ്ട് എല്ലാവരും ഇത് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു, എന്തായിരിക്കും സംഭവിക്കുക. അപ്പോൾ അതിനു മുമ്പ് ഒരു പൊതുയോഗം നടത്തി. ആ പൊതുയോഗത്തിൽ വെച്ച അവിടെ കൂടിയിരുന്നവരെ അഭിമുഖീകരിച്ചിട്ട് അന്നത്തെ പാർട്ടിയുടെ അവിടുത്തെ പിന്നെ ചെങ്ങന്നൂർ താലൂക്ക് സെക്രട്ടറി ആയിരുന്ന രാജശേഖരൻ തമ്പിയും ജനാർദ്ദനക്കുറുപ്പും ഒക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇങ്ങനെ KPSCക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല ഈ കൊലപാതകത്തിൽ എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞു. അതിനുശേഷം നാടകം ആരംഭിച്ചു. അപ്പോൾ പോലീസൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി പോലീസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ്. നാടകം തുടങ്ങി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും രാജശേഖരൻ തമ്പി വന്ന് ജനാർദ്ദനക്കുറുപ്പിൻ്റെ അടുത്ത് പറഞ്ഞു ഏതായാലും ഒരു കാര്യം ചെയ്യണം, അടുത്ത അവസാന രംഗത്തിന് മുമ്പ് അവിടെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തും. ഇനി 2 രംഗങ്ങൾ കൂടിയുണ്ട് ഈ നാടകത്തിന്. അങ്ങനെ അവസാന രംഗം കളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജനാർദ്ദനക്കുറുപ്പ് അവിടെ നിന്ന് രക്ഷപ്പെടണം. രാജശേഖരൻ തമ്പി ജനങ്ങളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചോളാം, നാടകം അവസാനിച്ചു എന്ന് പറയാം, മാധവനും അവിടെ നിന്ന് ഒളിച്ചു പോകണം എന്ന് പറഞ്ഞു. മറ്റുള്ളവർ KPSCയുടെ പിന്നെ ടീം പോറ്റി സാറിൻ്റെ കൂടെ, കേശവൻ പോറ്റിയുടെ കൂടെ പോകണം എന്നൊക്കെ തീരുമാനമെടുത്തു. അങ്ങനെ ഈ നാടകാവതരണം കഴിഞ്ഞു. ഭംഗിയായി തന്നെ നാടകം അവസാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ ജനാർദ്ദനക്കുറുപ്പ് അവിടെ നിന്ന് സ്ഥലം വിട്ടു.
നേരെ കുറുപ്പ് നേരെ ഒളിവിലിരിക്കാൻ പോയി പന്തളം കൊട്ടാരത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വളരെ ശക്തി കേന്ദ്രമാണ് പന്തളം കൊട്ടാരം എന്ന് പറയുന്നത്. അവിടെയാണ് കുറുപ്പ് പിന്നെ അടുത്ത 2 ആഴ്ചയോളം ഒളിവിലിരുന്നത്. ഒ മാധവൻ ഇനിയിപ്പോൾ പിറ്റേ ദിവസം നാടകം ആലപ്പുഴയിലാണ്. ആലപ്പുഴ നാടകത്തിലെ ജന്മി കേശവൻ നായരുടെ വേഷം അഭിനയിക്കാൻ ഇനി ഒരാളിനെ തപ്പണം. അന്ന് രാത്രി മുഴുവൻ ഒ മാധവൻ ആലോചിച്ചൊരു വഴി കണ്ടുപിടിച്ചു. ശൂരനാട് എന്ന പാർട്ടിയുടെ വളരെ ശക്തി കേന്ദ്രമാണ് അവിടെ പോയി അവിടുത്തെ ഒരു നാട്ടുപ്രമാണി, കമ്മ്യൂണിസ്റ്റുകാരൻ, കഥാപ്രസംഗൻ എന്നുള്ളതിൽ വളരെ പ്രശസ്തനായ മുടിയിൽ തറ വി ഭാസ്കർ ഉണ്ട്. അദ്ദേഹം ഒരു കർഷകനും നാട്ടുപ്രമാണിയൊക്കെയാണ്. അദ്ദേഹം ഏതാണ്ട് രൂപം കൊണ്ടൊക്കെ ഒരു നാടകാഭിനയത്തിനും പറ്റും, കഥാപ്രസംഗക്കാരനായതുകൊണ്ട് നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും. അപ്പോൾ മുടിയിൽ തറ ഭാസ്കറിനെ ജന്മി കേശവൻ നായരുടെ വേഷം അഭിനയിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചു. അങ്ങനെ അന്ന് മുഴുവൻ പകൽ സമയം മുഴുവൻ റിഹേഴ്സൽ നടത്തി ജന്മി കേശവൻ നായരുടെ വേഷമൊക്കെ പഠിപ്പിച്ച് വൈകുന്നേരം ആലപ്പുഴ നാടകം കളിച്ചു. പക്ഷെ നാടകം കളിച്ചിട്ടും ഈ ജനാർദ്ദൻ കുറുപ്പിനെ പോലീസ് തിരയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒ മാധവനെയും KPSCയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മാധവനും അവിടെ നിന്ന് മുങ്ങി. അപ്പോൾ ഇനി പപ്പുവിൻ്റെ റോൾ അഭിനയിക്കാൻ ഒരാൾ വേണം. അങ്ങനെ തോപ്പിൽ ഭാസി അന്ന് പിന്നെ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി മറ്റ് പ്രവർത്തനങ്ങളായി പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവൊച്ചിയിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വള്ളിക്കുന്നത്ത് നിന്ന് മത്സരിക്കുന്നുണ്ട്. പക്ഷേ തൽക്കാലം തോപ്പിൽ ഭാസി ആണ് പപ്പുവിൻ്റെ വേഷം അഭിനയിക്കാൻ വേണ്ടി അവർ PSC കണ്ടെത്തിയത്. തോപ്പിൽ ഭാസി കുറച്ച് നാടകങ്ങളിൽ പപ്പുവായിട്ട് അഭിനയിച്ചു. പിന്നെ മറ്റൊരു കഥാപ്രസംഗൻ ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായ മറ്റൊരു കഥാപ്രസംഗൻ CG ഗോപിനാഥ്. അദ്ദേഹത്തെയും പിന്നെ സമീപിച്ചു. അങ്ങനെ അദ്ദേഹം പിന്നീട് പപ്പുവിൻ്റെ വേഷം കുറേ നാൾ അഭിനയിച്ചു. അങ്ങനെ ഈ 2 പേരുടെയും അഭാവം നാടകത്തെ തീരെ ബാധിക്കാതെ തന്നെയാണ് നാടകത്തിൻ്റെ അവതരണം മുന്നോട്ട് പോയി. അപ്പോഴത്തേക്കും കേസ് കൊടാകുളങ്ങരെ അറസ്റ്റ് ചെയ്തു, മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തു. ഈ കേസ് കോടതിയിലെത്തി. കോടതിയിൽ വളരെ ഇവരുടെ 2 പേരുടെയും നിരപരാധിത്വം, ജനാർദ്ദൻ കുറുപ്പിൻ്റെയും ഒ മാധവൻ്റെയും നിരപരാധിത്വം തെളിയിക്കാൻ നേരത്തെ തന്നെ കഴിഞ്ഞു. IG ചന്ദ്രശേഖരൻ നായർ അവരുമായി സംസാരിച്ചു. അവർ 2 പേരും ഈ രംഗത്തുണ്ടായിരുന്നില്ല എന്നുള്ളതും അന്ന് തലേ ദിവസം എന്തായിരുന്നു, എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ അവരെ 2 പേരെയും ഈ കേസിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ KPSC തൽക്കാലത്തേക്ക് ഈ ഒരു പ്രമാദമായ ഒരു കേസിൻ്റെ പ്രതിപട്ടികയിൽ നിന്ന് KPSCയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ KPSCയുടെ കൺവീനറായ കൊടാകുളങ്ങര വാസുപിള്ള ഈ കൊലക്കേസിലെ അദ്ദേഹമല്ല ഈ കൊലപാതകം ചെയ്തതെങ്കിൽ പോലും ഈ കൊലപാതകത്തിൻ്റെ മുഖ്യ ആസൂത്രണം നടത്തിയ ആളെന്നുള്ള നിലയ്ക്ക്, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പേരിൽ ഒരാളെന്നുള്ള നിലയ്ക്ക് കൊടാകുളങ്ങര വാസുപിള്ള ഇതിൻ്റെ 1-ാം പ്രതിയായി. ആ കേസ് സെഷൻസ് കോടതിയിൽ വളരെ ശക്തിയായ വാദം നടന്നെങ്കിലും കുമ്പളത്ത് ശങ്കുപിള്ള ഒരു വളരെ ഉറച്ച നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ ഈ ചവറ മധുസൂദനൻ പിള്ളയെ കൊന്നയാളിനെ വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. അങ്ങനെ ആ സെഷൻ കോടതിയിൽ നടന്ന കേസ് വിസ്താരത്തിന് ശേഷം കോടാകുളങ്ങര വാസുപിള്ളയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു.